ബംഗളൂരിൽ മലയാളി യുവാവിൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ കവർച്ച നടന്നു. മലപ്പുറം സ്വദേശികളുടെ മൊബൈൽ കട കുത്തി തുറന്ന് 10 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും കവർന്നു. 10 ലക്ഷം രൂപയുടെ ഫോണാണ് കവർന്നത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, മുഖംമൂടികളാണോ ഈ രണ്ടുപേരും? വളരെ തന്ത്രപൂർവ്വം എല്ലാം ചാക്കിനകത്ത് കയറ്റുന്ന തിരക്കിലാണ് ഇവർ രണ്ടുപേരും, കലാകാരന്മാർ. ആ ദൃശ്യങ്ങൾ ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇറക്കി വയ്ക്കുന്നുണ്ട്. വിലയുള്ള സാധനങ്ങൾ, ഐഫോണൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ ഐഫോൺ പഴയതായി പോവുകയും ചെയ്തു. അപ്പോൾ അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ശിവാജി നഗറിലെ കടയിലാണോ ഈ സംഭവം നടന്നത്? SKN കഴിഞ്ഞ ബുധനാഴ്ച നടന്ന വൻ കവർച്ചയുടെ ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ബംഗളൂരു ശിവാജി നഗറിലെ MK സ്ട്രീറ്റിലാണ് ഈ മലപ്പുറം സ്വദേശികളായിട്ടുള്ള മുർഷിദ്, മനാഫ് എന്നിവരുടെ പേരിലാണ് ഈ മൊബൈൽ ഷോപ്പ് ഉള്ളത്. ഇവരുടെ രണ്ടുപേരുടെ ചേർന്ന് അവർ നടത്തുന്ന മൊബൈൽ ഷോപ്പാണ്. ഈ ഷോപ്പിലാണ് ആ കവർച്ച നടന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 55 ഫോണുകൾ, മൊബൈൽ ഫോണുകൾ മോഷണം പോയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കടയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ പണമായും കവർന്നിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. ഈ മുഖംമൂടി ധരിച്ച 2 പേരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ. അതിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് എന്തായാലും അന്വേഷണം നടത്തുന്നു. ഇതുവരെ പ്രതികളിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ സമീപകാലത്ത് ഈ ബംഗളൂരു നഗരം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം കവർച്ചകൾ ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും അത്തരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണോ ഈ കവർച്ചയ്ക്ക് പിന്നിലും എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ശിവാജി നഗർ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. താങ്ക് യു അരുൺ പൂപ്പറമ്പ.